സോ ഡോർസ് ആൻഡ് വിൻഡോസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ആൾക്കാർ വുഡ് ഉപയോഗിക്കുന്ന കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. അതെ. അപ്പൊ ആസ് ആൻ ആർക്കിടെക്ട് താങ്കൾ എന്താണ് ചൂസ് ചെയ്യുക? നമ്മുടെ അടുത്ത് വുഡ് വേണമെന്ന് പറഞ്ഞു വരുന്ന ക്ലയൻസ് ഉണ്ട്. പൊതുവേ നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല. മറ്റൊന്നുകൊണ്ടല്ല, എത്ര നല്ല വുഡ് എന്ന് പറഞ്ഞാലും ട്രീറ്റഡ് വുഡ് ആണെന്ന് പറഞ്ഞാലും മെയിൻ്റെനൻസ് എടുക്കണം. പല സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് ചിലയിടത്ത് വന്നില്ല, മെയിൻ്റെനൻസ് വന്നില്ല എന്ന് വെച്ചാൽ അത് സക്സസ് അല്ല. ഓരോ സൈറ്റ് കണ്ടീഷൻ, ഇപ്പൊ മോയ്സ്ചർ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ചെതലിന്റെ പ്രശ്നം കൂടുതലായിരിക്കാം. കണ്ടം പോലത്തെ സൈറ്റ് ഒക്കെ ആണെങ്കിൽ പറഞ്ഞ വുഡിന്റെ യൂസേജ് മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത്. അപ്പൊ അതേ സൈറ്റ് അനുസരിച്ചും വേരിയേഷൻ വരും. പൊതുവെ വുഡ് പ്രിഫർ ചെയ്യാറില്ല. നിർബന്ധം പറയുന്ന ക്ലയന്റിന് മാത്രമേ ഈ പറഞ്ഞ പോലെ മെർബോ വുഡ് ഒക്കെ ട്രീറ്റ് ചെയ്ത് വരും. അതായത് മെയിൻ ഡോറൊക്കെ മെർബോ വുഡ് ട്രീറ്റ് ചെയ്ത് വരും. അതല്ലാതെ ഒരു പ്യുവർ തേക്കിലോട്ടൊന്നും, പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, പല ആർക്കിടെക്ചേഴ്സ് വ്യത്യാസം ഉണ്ടാവും. ഞങ്ങൾ പൊതുവെ ചൂസ് ചെയ്യാറില്ല. പകരം വിൻഡോസിനൊക്കെ ആണെങ്കിൽ UPVC അല്ലെങ്കിൽ അൾജീരിയ സീരീസ് അലുമിനിയം അത്തരത്തിലുള്ള മെറ്റീരിയൽസ്, അല്ലെങ്കിൽ സിസ്റ്റം വിൻഡോസ് അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് കുറച്ചുകൂടെ ഞങ്ങളുടെ സൈഡിൽ പ്രിഫർ ചെയ്യുക. ഞങ്ങൾ ക്ലയന്റിനോട് ആർക്കിടെക്ടിന്റെ ഭാഗത്ത്